മണ്ണാർക്കാട് വൻ മോഷണം. പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതെന്നു കരുതുന്ന ടാബ്, ഫോൺ എന്നിവ സമീപത്തെ വഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. ശിവൻകുന്ന് ശിവക്ഷേത്രത്തിന് മുൻവശത്തായുള്ള റിട്ടയർഡ് അധ്യാപകരായ ശ്രീനിലയത്തിൽ ശ്രീധരന്റെയും ശ്രീദേവിയുടെയും വീട്ടിലാണ് കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 18 പവൻ സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതായി വിലയിരുത്തുന്നത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. വീട്ടുകാർ കഴിഞ്ഞ ഞായറാഴ്ച ബാംഗ്ലൂരിലുള്ള മകന്റെ വീട്ടിലേക്ക് പോയതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ ജോലിക്കാരി പതിവ് പോലെ വന്നപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ താഴെ തകർന്ന നിലയിൽ കാണുന്നത്. അടുക്കളവാതിലും തുറന്നിട്ട നിലയിലായിരുന്നു. ഉടൻ അയൽവാസികളെ വിവരം അറിയിച്ചു. തുടർന്ന് മണ്ണാർക്കാട് പോലീസിന് വിവരം നൽകി. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കവർച്ച നടന്നതായി വ്യക്തമായി. ഈ സ്റ്റീൽ അലമാരയിൽ വെച്ചിരുന്നത് ഉണ്ടായിരുന്നു. ഞാൻ വളമാല വിരിച്ചിരുന്നു. ഇത് മറ്റേ നമ്മുടെ മൊത്തം മരുമക്കളുടെ മരുമകള് മുകളിലാണ് വെച്ചിട്ടില്ല. എന്റെ മാത്രം മുകളിലത്ത് പോയിട്ടില്ല. പോയില്ലേ? മുകളിലത്തും പോയി. മുകളിൽ അവരുടെ ബെഡ്റൂമിലാണ് കുറച്ച് സാധനങ്ങൾ. കുട്ടി ഒരു കല്യാണത്തിന് പോകണം പറഞ്ഞ് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇതിൽ എൻ്റെയും മാഷയുടെ മോതിരങ്ങൾ രണ്ടെണ്ണം, എൻ്റെ വളയും മാലയും. ഇതിൽ ഏകദേശം എത്ര പവൻ്റെയാണ് ഇവിടെ? 12. അല്ല, ഞാൻ സാധാരണ അങ്ങനെ അവിടെ എല്ലാം വരും. ബാംഗ്ലൂർ പോവല്ലേ പറഞ്ഞിട്ട് എല്ലാം ഊരി വെച്ചു. ബാഗ് ലോക്കറിൽ വെക്കാറില്ല, ഇടാറുള്ളതാണ്. ഡെയിലി ഇടുന്നതാണ്. ഇവരൊക്കെ കാണലുണ്ട്. വളയമാരൊക്കെ ഇടറ്റ് നടക്കുന്ന ആളാണ്. പക്ഷെ ബാംഗ്ലൂർ പോകാണ്ട് സ്വർണ്ണം. ബാംഗ്ലൂരിലുള്ള വീട്ടുടമസ്ഥരെ ബന്ധപ്പെട്ടപ്പോഴാണ് അലമാരയിൽ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നതായി അറിയുന്നത്. പരിശോധനയിൽ ഇത് നഷ്ടപ്പെട്ടതായും കണ്ടെത്തി. ബാംഗ്ലൂരായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത്. ഞായറാഴ്ച അവിടെ ചെറിയ മകനുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ബാംഗ്ലൂർ പോകും. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ഭാര്യ 2 മാസമായിട്ട് ബാംഗ്ലൂരിലാണ്. അവിടെ മൂത്ത മകൻ്റെ കുട്ടിയെ നോക്കലാണ് തൽക്കാലം പണി. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ നമ്മളില്ലെങ്കിലും എല്ലാവരും സഹകരിച്ച് ഞങ്ങൾ പോയ ഗേറ്റ് പുറത്തുനിന്ന് കൂട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ വ്യക്തമായി അറിയുന്ന ഒരു സൂചകൻ ഇവിടെ ഉണ്ടാവും. അപ്പം ഇവിടെ പതിവായിട്ട് വൈകുന്നേരങ്ങളിൽ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ സ്ഥിരമായി പുതിയ ചെറുപ്പക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഊരും പേരും അറിയാതെ ഇവിടെ സ്ഥിരമായി 30-40 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നവർക്ക് പോലും അറിയാത്ത കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരോടൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റാത്തൊരു ചുറ്റുപാടാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും കണ്ണു ചീമ്മിക്കൊണ്ടാണ്. ഇവിടെ ഒരു മിനി മാസ്ക് ലൈറ്റ് ഉണ്ട്, അത് ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു വസ്തുതയാണ്. അടുത്ത ഒരാഴ്ചയ്ക്ക് നീങ്ങിക്കുമ്പോൾ പോലീസിനോടൊക്കെ പോകുന്ന ഒരു ചടങ്ങ് ഉണ്ടത്ര പോകും. അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ നിന്നും മോഷ്ടിച്ചതെന്നു കരുതുന്ന ടാബ്, ഫോൺ എന്നിവ സമീപത്തെ വഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. CCN മണ്ണാർക്കാട്.